ഇന്ത്യൻ ടൂറിസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹോട്ടൽ മുറിയുടെ സ്മെല്ല് വളരെ വൃത്തികെട്ട സ്മെല്ലാണ്. അത് എത്ര കഴുകിയാലും എത്ര വൃത്തിയാക്കിയാലും മാറില്ല. അത് അങ്ങനെ തന്നെ കാലങ്ങളോളം നിലനിൽക്കും. മാലിദ്വീപിലെ ഒരു മന്ത്രി പോസ്റ്റ് ചെയ്ത ഒരു കമന്റാണ്, ട്വീറ്റ് ചെയ്ത ഒരു കമന്റാണ്. നരേന്ദ്രമോദി ലക്ഷദ്വീപിലൂടെ നടന്നു പോകുന്ന ഒരു വീഡിയോ ഇതിനോടകം വൈറലാണ്. ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ടതാണ്. മാലിദ്വീപുകാരെന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ ലക്ഷദ്വീപ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണ് അല്ലെ. അവിടെ മാലിദ്വീപിനേക്കാൾ വൃത്തിയും മാലിദ്വീപിനേക്കാൾ ഭംഗിയും ഉണ്ട്. അപ്പോൾ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു ഫോട്ടോയോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ലോക ശ്രദ്ധാർജിക്കും, ലോകത്തിലുള്ള മുഴുവൻ ആളുകൾ അത് ശ്രദ്ധിക്കുമെന്നുള്ള ഒരു ബോധത്തിന്റെ പുറത്താണ് മാലിദ്വീപിലെ കുറച്ച് വകതിരിവില്ലാത്ത മന്ത്രിമാർ അത് ചെയ്തത്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, മാലിദ്വീപ് ജീവിച്ചു പോകുന്നത് തന്നെ അവിടുത്തെ ടൂറിസം കൊണ്ടാണ്. അങ്ങനെ വെറും അവരുടെ ടൂറിസം കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ കഴിയില്ല. അതിന് ഇന്ത്യക്കാരുടെ കുറച്ച് കനിവ് കൂടി വേണം. ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് ഓരോ വർഷവും മാലിദ്വീപിലേക്ക് ഇന്ത്യയിൽ നിന്നും മാത്രം പോകുന്നത്. എന്നിട്ട് പോലും ഇന്ത്യയെ അവർ അവഗണിച്ചു എന്ന്, അല്ലെങ്കിൽ കളിയാക്കി, അല്ലെങ്കിൽ നമ്മളെ നാണം കെടുത്തി എന്നുള്ളതാണ്. ഇന്ത്യക്കകത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്നവർ ഒരുപാട് ഉണ്ടാകാം. പക്ഷേ ഇന്ത്യയുടെ പുറത്തുള്ള ആളുകൾ നരേന്ദ്രമോദിയെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുമ്പോൾ അതിൽ വാസ്തവമില്ല എങ്കിൽ നമ്മളെല്ലാവരും പ്രതികരിക്കും. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി. അകത്തുള്ള പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും വിളിച്ചു പറയാറുമുണ്ട്. നേരെ തിരിച്ച് നരേന്ദ്രമോദിയെ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മിണ്ടാതിരിക്കുന്നതിൽ ഒന്നും പറയാൻ കഴിയില്ല, രാഷ്ട്രീയ വിദ്വേഷം കൊണ്ടാകാം. പക്ഷേ ഇന്ത്യക്കാരെ മുഴുവൻ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്ത്യക്കാർ ഇവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ വൃത്തികെട്ട മണമാകും ആ റൂമിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഇന്ത്യക്കാരും ഇതിന് പ്രതികരിച്ചേ നോക്കൂ. അതിന്റെ ആദ്യഘട്ടം എന്നോണം ഹർദിക് പാണ്ഡ്യ പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷദ്വീപ് ഉണ്ട്, ഇനി ഒരിക്കലും മാലിദ്വീപിലേക്ക് ഞങ്ങൾ പോകില്ല. മാലിദ്വീപിലേക്ക് ഏകദേശം 8000 ഹോട്ടൽ മുറികൾ ആളുകൾ ബുക്ക് ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്ന്. അത് ഒറ്റ ട്വീറ്റ് കൊണ്ട് ഇല്ലാണ്ടായി. 2500ഓളം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഒറ്റ ദിവസം കൊണ്ട് റദ്ദാക്കി. 5 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ഹോട്ടൽ മുറി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി അദ്ദേഹം ട്വീറ്റ് ചെയ്യാണ്, ഞാനത് ഉപേക്ഷിക്കുന്നുവെന്ന്. അപ്പോൾ ഇന്ത്യയുടെ കനിവില്ല എങ്കിൽ ഒരു പക്ഷേ മാലിദ്വീപിന് നിലനിൽക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ചൈനയുടെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹം കൊണ്ട് പോയതാണ്. ചൈനയുടെ കൂട്ടുപിടിച്ച് ശ്രീലങ്കയുടെ അവസ്ഥ ഞാനിവിടെ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ലക്ഷദ്വീപുണ്ട്. ലക്ഷദ്വീപിലൂടെ നരേന്ദ്രമോദി ഒരു നടത്തം അങ്ങ് നടന്നപ്പോൾ അത് ലോക ശ്രദ്ധ ആർജിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാലിദ്വീപിലെ ഈ പറയുന്ന ആളുകളുടെ കുഷ്ഠം പിടിച്ച മനസ്സുകൊണ്ടിട്ട ഒരു ട്വീറ്റാണ്. മുഹമ്മദ് മൊയ്സു ഒരു മാപ്പപേക്ഷയുമായിട്ട് വന്നു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്, അത് ഞങ്ങൾ ക്ഷമിക്കുന്നു, നരേന്ദ്രമോദി ഓൾവേസ് വെൽക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് ഏറെ വൈകി മിസ്റ്റർ, അത് ഒരുപാട് വൈകിപ്പോയി. ഇന്ത്യൻ ജനത ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി മാലിദ്വീപിലേക്ക് ഇന്ത്യക്കാർ വരണമെങ്കിൽ അത് കുഷ്ഠം പിടിച്ച മനസ്സുള്ളവർ മാത്രമേ വരുള്ളൂ. കാരണം മുഴുവൻ ഇന്ത്യക്കാരെയുമാണ് നിങ്ങൾ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഇനി ഇന്ത്യക്കാർ അങ്ങോട്ട് വരുമെന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും വേണ്ട. ഒരു കാലത്ത് നിങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യമാണ്. സുനാമി വന്നു പോയപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൈത്താങ്ങായത് ഇന്ത്യയാണ്. 988 മാലിദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടന്നപ്പോൾ ഓപ്പറേഷൻ കാർഡ്സിലൂടെ ഇന്ത്യ അത് അടിച്ചമർത്തി. 2004 സുനാമി നിങ്ങൾ മറക്കരുത്. 2014 ശുദ്ധജല വിതരണ പ്രതിസന്ധി, 2020 കോവിഡ്, ഈ സമയത്തെല്ലാം ഇന്ത്യയുടെ ആശ്വാസകരങ്ങൾ മാലിദ്വീപിനെ തേടിയിരുന്നു. സൈനിക മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇന്ത്യ നിക്ഷേപം ഇറക്കി. ഇങ്ങനെയെല്ലാം സഹായിക്കുന്ന ഒരു രാജ്യത്തെ ഒന്നടങ്കം നിങ്ങൾ കളിയാക്കി. ഞാൻ ആവർത്തിക്കുന്നു, നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ വലിയ ഒരു മഹാനായിട്ടുള്ള വ്യക്തിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഞങ്ങളുടെ ഇന്ത്യയുടെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ഞങ്ങൾ ഇവിടെ സംസാരിച്ചു കൊണ്ടും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും എല്ലാം അത് പതുക്കെ പതുക്കെ ഞങ്ങൾ നേരാക്കിയെടുക്കും. അങ്ങനെ തന്നെയാണ് ജനാധിപത്യ രാജ്യങ്ങളെല്ലാം ചെയ്യാറ്. പക്ഷേ ഇന്ത്യയുടെ പുറത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ കളിയാക്കുമ്പോൾ പ്രധാനമന്ത്രിയെ മാത്രമല്ല കളിയാക്കിയത്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയാണ്. അതുകൊണ്ട് അതിനുള്ള ഭവിഷ്യത്ത് അത് നിങ്ങൾ അനുഭവിക്കും. മാലിദ്വീപിന് കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ്. ലക്ഷദ്വീപിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് കൂടുന്നു. നമുക്ക് ഒരിക്കലും വൃത്തിയില്ല എന്നാണ് പറയുന്നത്. ലക്ഷദ്വീപ് എത്ര വൃത്തിയും എത്ര മനോഹരമാണ് എന്ന് പോയവർക്ക് മനസ്സിലാകും. ഇനി അതിലേക്കുള്ള ഫണ്ടിങ് കൂടി നടന്നാൽ, കേന്ദ്ര ഗവൺമെന്റ് അങ്ങോട്ട് ഫണ്ട് ഇറക്കിയാൽ, ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ്
ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ സമൂഹമായിട്ട് ലക്ഷദ്വീപ് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.